2-3 മാസം മെൻസസ് ആവാണ്ടിരിക്കുക. അതുപോലെ ഒരു കാരണമില്ലാതെ വെയിറ്റ് കൂടുക. അതുപോലെ ഫേഷ്യൽ ഹെയർസ് വരും ഇവർക്ക്. അപ്പർ ലിപ്സിലും താഴെയൊക്കെ ആയിട്ട് അവർക്ക് ഫേഷ്യൽ ഹെയർസ് വരും. സ്കിന്നിൽ ഡിസ്കളറേഷൻസ് ഉണ്ടാവും, നെക്കിൽ ഡിസ്കളറേഷൻസ് അങ്ങനെയുള്ളതൊക്കെ വരും. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വേറെ തന്നെ കുറേ പറയാനുണ്ട്. ലൈക്ക് അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാന്ന് പറയാറുണ്ട്, ഹോർമോണൽ ഡിസീസാന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മളൊരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ അതൊന്നുമല്ല. ഓക്കെ, ഈ ഹോർമോണൽ വേരിയേഷൻസ് വരുന്നതൊക്കെ അതൊക്കെ അതിൻ്റെ റിസൾട്ടാണ്, ഡിസീസിൻ്റെ റിസൾട്ടാണ് ഈ ഹോർമോണൽ വേരിയേഷൻസ് വരിക എന്നുള്ളത് PCOD കേസസിൽ. അപ്പോൾ PCODൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രൈമറിലി വരുന്നത് അമിനോറിയ എന്ന് പറയുക, അതായത് മെൻസസ് ആവാണ്ടിരിക്കുക. 2-3 മാസം മെൻസസ് ആവാണ്ടിരിക്കുക. അതുപോലെ ഒരു കാരണമില്ലാതെ വെയിറ്റ് കൂടുക. അതുപോലെ ഫേഷ്യൽ ഹെയർസ് വരും ഇവർക്ക്. അപ്പർ ലിപ്സിലും താഴെയൊക്കെ ആയിട്ട് അവർക്ക് ഫേഷ്യൽ ഹെയർസ് വരും. സ്കിന്നിൽ ഡിസ്കളറേഷൻസ് ഉണ്ടാവും, നെക്കിൽ ഡിസ്കളറേഷൻസ് അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം നമുക്ക് ഈ ഒരു 2-3 മാസം മെൻസസ് ആയില്ല എന്നുണ്ടെങ്കിൽ, 3rd മന്തോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം. എന്തുകൊണ്ട് ഇത് വരുന്നില്ല? അപ്പം മെൻസസ് ആവാതിരിക്കാൻ PCOD മാത്രമല്ല റീസൺസ്. ഇപ്പം തൈറോയിഡ് ഡിസീസ് ഉണ്ടെങ്കിൽ മെൻസസ് ആവില്ല, അങ്ങനെയൊക്കെ. പക്ഷെ PCOD ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ് ചെയ്യണം. USG ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് PCOD ആണോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹോർമോണൽ സ്റ്റഡികൾ നടത്താറുണ്ട്. പക്ഷേ അതിലൊന്നും നമുക്ക് PCOD ആണെന്ന് ഫുള്ളി പറയാൻ പറ്റില്ല. കാരണം ഹോർമോണിലുള്ള വേരിയേഷൻസ് വരുന്ന വേറെയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ സ്കാനിങ്ങിൽ നമുക്ക് PCOD ആണോ അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ.